വാർത്തകൾ തുടരുമ്പോൾ പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് റെപ്പോ നിരക്ക് 6.5% തുടരും. സമ്പദ്ഘടനാ ഭദ്രമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ വ്യക്തമാക്കി. വിവരങ്ങളുമായി ശ്രുതി പ്രകാശ് ചേരുന്നു. ശ്രുതി, എന്തെല്ലാമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അതായത് ആശ്വാസകരമായ ഒരു പ്രഖ്യാപനമാണ് റിസർവ് ബാങ്ക് നടത്തിയിരിക്കുന്നത്. രണ്ടാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റമൊന്നുമില്ല. നിലവിലെ റിപ്പോ നിരക്ക് തന്നെ തുടരും. ഇത് തുടർച്ചയായി രണ്ടാം തവണയാണ് നിരക്കുകളിൽ മാറ്റം പ്രഖ്യാപിക്കാതെ മോണിറ്ററി പോളിസി യോഗം ഇന്ന് അവസാനിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തെ യോഗം ജൂൺ 6 മുതൽ 8 വരെ തീയതികളിൽ നടന്നിരുന്നു. ഈ യോഗത്തിലെ തീരുമാനമാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ഇന്ന് പ്രഖ്യാപിച്ചത്. പണപ്പെരുപ്പം ലോകരാജ്യങ്ങളിൽ പിടിമുറുക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. 22-23 വർഷത്തിൽ കോവിഡിന് മുൻപത്തെ നിലയിലേക്ക് രാജ്യത്തെ GDP എത്തി. ഉപഭോക്തൃ പണപ്പെരുപ്പം ഇപ്പോഴും 4% മുകളിലാണ്. 23-24 വർഷവും ഈ പരിധിയിൽ തുടരുമെന്ന് തന്നെയാണ് റിസർവ് ബാങ്കിൻ്റെ കണക്കുകൂട്ടൽ. മറ്റൊരു പണപ്പെരുപ്പ പരിധിയിലാകുന്നത് വരെ മറ്റു നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ലെന്നും ഗവർണർ അറിയിക്കുകയുണ്ടായി. പണപ്പെരുപ്പം കേന്ദ്ര ബാങ്കിൻ്റെ സഹന പരിധിക്കുള്ളിൽ നിർത്താൻ കഴിഞ്ഞത് സാഹചര്യങ്ങൾ അനുകൂലമാക്കിയിട്ടുണ്ട്. ഇന്ന് ആഭ്യന്തര വിപണിയിലും വലിയ ചലനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. RBI ഗവർണർ ശക്തികാന്ത ദാസിൻ്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സമിതിയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനമെടുത്തത്. 2022 മെയ് മാസം മുതൽ 250 ബേസിസ് പോയിന്റ്, അതായത് 0.25% വർധനവ് നിരക്കുകളിൽ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ പണപ്പെരുപ്പം നിയന്ത്രണത്തിലായത് റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അതായത് നിലവിൽ 6.5% രാജ്യത്തെ റിപ്പോ നിരക്ക്. ഇത് തുടരും. അടുത്ത യോഗം വരെ ഈ നിരക്ക് തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. പണപ്പെരുപ്പം ഉണ്ടെങ്കിലും അത് റിസർവ് ബാങ്കിൻ്റെ സഹനപരിധിക്കുള്ളിൽ നിർത്താൻ കഴിഞ്ഞത് തന്നെയാണ് സാഹചര്യങ്ങൾ അനുകൂലമാക്കിയത് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതായത് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകൃതമായതിനു ശേഷം 43ാമത്തെ യോഗമാണ് ഇത്തവണ നടന്നത്. ഏപ്രിലിൽ നടന്ന 42ാം യോഗത്തിലും RBI പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നില്ല. ഇതിനു മുൻപ് 2022 മെയ് മാസത്തിൽ നടന്ന യോഗത്തിലാണ് കേന്ദ്ര ബാങ്ക് റിപ്പോ നിരക്ക് ഉയർത്തിയിരുന്നത്. 0.25% വർധനവായിരുന്നു നിരക്കുകളിൽ പ്രഖ്യാപിച്ചിരുന്നത്. അതായത് നിരക്കുകളിൽ മാറ്റം വരുത്താൻ രാജ്യത്തെ പണപ്പെരുപ്പമാണ് RBI പ്രാഥമികമായി പരിഗണിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അതായത് ഏപ്രിലിലെ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.7% കുറഞ്ഞിരുന്നു. ഇത് RBIയുടെ സഹന പരിധിക്കുള്ളിലാണ്. ഇതോടെയാണ് നിലവിലെ നിരക്കിൽ മാറ്റം വരുത്തേണ്ടെന്ന നിലയിലേക്ക് RBI എത്തുന്നത്. പണപ്പെരുപ്പം കുറഞ്ഞ നിരക്കിലായതിനോടൊപ്പം തന്നെ രാജ്യത്തെ 4ാം പാദത്തിലെ GDP വളർച്ചയും കണക്കിലെടുത്താണ് റിപ്പോ നിരക്ക് വർധനവിൽ തൽസ്ഥിതി തുടരാനുള്ള തീരുമാനം. അതോടൊപ്പം വരും നാളുകളിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2024 ഫെബ്രുവരിയിലെ യോഗത്തിൽ റിപ്പോ നിരക്ക് കുറച്ചേക്കുമെന്നാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. RBI പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ ബാങ്കുകളും പലിശ നിരക്കിൽ ഇളവ് വരുത്തുമെന്നുള്ളത് ആശ്വാസകരമാണ് ജനങ്ങൾക്ക്. എന്തായാലും നിലവിലെ റിപ്പോ നിരക്ക് 6.5%. ഇത് തുടരും. അടുത്ത യോഗം വരെ ഈ നിരക്ക് തുടരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അജി. ശരി.